ഡിജിറ്റൽ സർവകലാശാലയിലെയും സാങ്കേതിക സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് നിർണായക പങ്ക് നൽകുന്ന ഉത്തരവാണ് സുപ്രീം കോടതി നേരത്തെ പുറപ്പെടുവിച്ചിരുന്നത്. എന്നാൽ UGC ചട്ടങ്ങൾ പ്രകാരം മുഖ്യമന്ത്രിക്ക് വൈസ് ചാൻസലർ നിയമനത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ല എന്നാണ് ഗവർണർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാം. എന്നാൽ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കാളിത്തം നൽകരുത് എന്നാണ് ഗവർണർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് സുധാൻശു ദുലിയയുടെ അധ്യക്ഷതയിലുള്ള സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന വൈസ് ചാൻസലർമാരുടെ സാധ്യതാ പട്ടിക തനിക്ക് നൽകുവാൻ വേണ്ടി നിർദ്ദേശിക്കണമെന്നും ഗവർണർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഗവർണറുടെ ഈ നടപടി അപലപനീയമാണ് എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ യാതൊരുവിധ അധികാരവുമില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂഢത്വമാണ് എന്നാണ് പറയാനുള്ളത്. കേസിൽ കക്ഷി ചേരാൻ UGCയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന് ഗവർണറും സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. UGCയുടെയും ഗവർണറുടെയും ഈ ആവശ്യം വൈകാതെ തന്നെ സുപ്രീം കോടതി പരിഗണിക്കാനാണ് സാധ്യത. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.